ഇടക്കൊരു കാര്യം ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ കുട്ടീനെ ഓള് എടുക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത് അല്ലേ? ആരത് സിനു നല്ലൊരു റിസോർട്ടിന് മുന്നില് ഇപ്പം ഓന്റെ ട്രൗസറാണ് തോരട്ടിക്കണേ. അല്ല സിനു എന്താ വർത്താനോ? സുഖല്ലേ? ഒക്കെ റാഹത്തല്ലേ? ഇനി ഇതിന്റെ ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഇതിനുണ്ടോ? അപ്പൊ ഗൈസ് നൗഫലിന്റെ കുട്ടിനെ ഓന്റെ ചാനലിൽ പോയാൽ കാണൂല, കാരണം ഓൻ കാണിച്ചു തരൂല. ഇവിടെ നിന്നാ നൗഫലിന്റെ ഒക്കെ അവസ്ഥ തന്നെ കാരല്ലേ, ഇപ്പൊക്കെ ഇങ്ങനെ ആടും മീനും. നൗഫലിന് എന്താ കഞ്ഞി ഞാൻ മതിയോ? പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. നോക്കാം അതിന് ഫസ്റ്റത്തെ എന്താ പറയുക, റൂമും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഫസ്റ്റ് ഓന്റെ കാണുന്നോന്റെ ട്രൗസറാ. വീട് മൊത്തം ബിഗ് ബോസിലെ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാ. കുഞ്ഞോള് ജാസ്മിൻ ജാഫറാ. ജിൻഡോയാ നോൺചി. അങ്ങനെ ഗായ്സ് ടിഷബിയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുങ്ങിയിട്ട് ഇങ്ങട്ടെ ഇതൊക്കെ തലയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്ലവറൊക്കെ വെച്ചില്ലേ ഓർമ്മല്ല അപ്പൊ നിക്കണല്ലേ? ഓർമ്മ വന്നാ വലിച്ചൂരും. കാരണം തൊപ്പിയട്ടീനത് അതൊക്കെ വലിച്ചൂരി വലിച്ചെറിഞ്ഞു പോലെ എന്നാ പോര്. എന്റെ ബാഗൊക്കെ എടുത്ത റാഷിദ. ജൗദനാണ് ഞാൻ ഈ ഇതില് മിസ് ചെയ്യാ. അതെ 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 ഗൈസ്. അപ്പൊ ഇന്നലെ അബ്രൊക്കെ പെരുന്നലോളി. ഇനി എന്തിനാ ഉഫലിന്റെ കുട്ടീനെ കാണാൻ ഞങ്ങളെയും കൊണ്ടുപോകണം പറഞ്ഞു. പക്ഷെ ഇന്ന് കൊണ്ടുപോകാൻ പറ്റൂല, കാരണം ഓലെ സ്കൂളിട്ട് വരുമ്പോ തന്നെ 4 മണിയാവും. അവിടെ ആണെങ്കിൽ 6 മണിയാകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും. ഇവിടെ നിന്നാണെങ്കിൽ 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പൊ നമ്മളേതായാലും പോലിക്ക് നല്ല സർപ്രൈസ് ഒക്കെ കൊടുത്തല്ലേ സൈക്കിള്. അപ്പൊ ഇന്ന് പിന്നെ ഓല് വന്നാൽ വേഗം സൈക്കിൾമൊക്കെ ഈ കാര്യം പോലെ ഇത് മൊത്തം പോവുക. അപ്പൊ എങ്ങനെയും സൈക്കിൾ കുറച്ചേരം ചവിട്ടാന്നില്ല മൈൻഡ്. അപ്പൊ ഓല് വരുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ എത്തണം. സീറ്റ് മടക്കി വെച്ചേക്ക അവൻ പൊന്തിച്ചോളും. ആ കോനെ കൊണ്ട് കഴിയേ എന്തൊക്കെയാ പൊട്ടിക്കണ്. അപ്പൊ ഇന്ന് പിന്നെ ഞങ്ങളങ്ങനെ നൗഫലിന്റെ കുട്ടിനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. അല്ല ഞാനിപ്പോ അല്ല ആലോചിക്കണേ, അംഗനവാടിക്ക് വന്നിട്ട് പോയാൽ മതിയോ? മടങ്ങുമ്പോ പോവാല്ലേ? വരാൻ കൂടിയില്ല, അവരെ മറന്നു. ആരെ അടഞ്ഞിട്ടില്ലല്ലോ ശരിക്ക്. ഒന്ന് ജീവല്ലേ അടക്രാശിത സൂപ്പർ ആയിക്കണത്. ഇത് എവിടുന്നാ? നമുക്ക് കൊളാബിന് അയച്ചു തന്നതാ. ഇൻസ്റ്റാഗ്രാം പേജ്. ഏതുണ്ട്? ആ കുട്ടിന്റെ തല റാഷിദ ഇല്ല, അത് ഓള് പോയതാണ്. ഓള് ചെയ്ത് കണ്ടാണെങ്കിൽ പ്രശ്നല്ല. നിക്ക് 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 ഇപ്പൊ വണ്ടി ഒന്ന് തിരിച്ചട്ടെ. ഇതടക്കുണ്ടോ ഗേറ്റ്? ചാവിന്റെ അടുത്തുണ്ട് വണ്ടി. ഗേറ്റ് അടച്ചോ. അമ്പയങ്ങ ഉണ്ടല്ലേ? ആ അവിടെ അത് ഞാൻ ഇന്നലെ കാണിച്ചു കൊടുത്തിരുന്നു. അപ്പൊ ഗൈസ്, അപ്പൊ അങ്ങനെ ഞങ്ങള് ഇനി നേരെ അല്ലേ നൗഫൽ എവിടെയാണ് കിടക്കണടി? എടവണ്ണയല്ലേ? ഒതായി എടവണ്ണ ഭാഗം. അതായത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. 9 ചെറുപ്പുളശ്ശേരി അല്ലേ? എന്താ എടവണ്ണ അരീക്കോട് ഭാഗമാണ്. അപ്പൊ ഒക്കെ അവിടെ നിന്നാണ് സുഖം. ഇനിയിപ്പോ കഴിഞ്ഞാൽ അങ്ങോട്ടല്ലേ ഓളെ പെരീക്കല്ലേ കൊണ്ടുപോകുക. അപ്പൊ അങ്ങനെ ഇവിടെയാണ് ഓളെ കിടക്കുന്നത്. അപ്പൊ അവിടെ പോയി കാണുകയാണെങ്കിൽ നമ്മക്ക് സുഖം. മറ്റേ ചെറുപ്പുളശ്ശേരി അല്ലെ അരീക്കോടൊക്കെ പോകുന്നത്. അപ്പൊ കുറെ ചക്കന്മാരൊക്കെ ടി ഫാമിലിയൊക്കെ മിഞ്ഞാന്ന് പോയിരുന്നു. പിന്നെ ഷാദ് കമാൽ ഇവരൊക്കെ ഇന്നലെ പോയിരുന്നു. അങ്ങനെ എല്ലാവരും പോയി കണ്ടു കാണാൻ. ഓനെ പറഞ്ഞാല് നമ്മളെ കുഞ്ഞോൾ പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ വന്ന ആളല്ലേ, ഹോസ്പിറ്റലിൽ തന്നെ വന്നിക്കണോ. പക്ഷെ ഓനക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാല് ഞാനും ഓനും അങ്ങനെയുള്ളൊരു ബന്ധാണ്. എനിക്ക് ഓൽക്ക് എന്നോടുള്ള ബന്ധം എന്ന് പറയണത്
അത്രേ ഉള്ളൂ. പക്ഷെ ഓൽക്ക് എനിക്ക് എന്നോട് നിങ്ങൾ പറയണത് ഓൽക്ക് ഞാൻ അത്രക്കോലെ മനസ്സിൽ അത്ര ഇതാണ്. ശരി ഞങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ 40 നായ്ക്ക് 40 വട്ടം പറയൂ ഇജ് വന്നില്ല ഇജ് വന്നില്ല അത് പേടിച്ചു വരിക 40 കുഞ്ഞോള് വട്ടെന്ന് പറഞ്ഞാൽ മതി. കുഞ്ഞോക്ക് 40 വട്ടെന്ന് പറഞ്ഞാൽ മതി. 40 വട്ടം പോയോ കേട്ടോ ഗൈസ്. ഗേറ്റ് അടക്കല്ലേ. അങ്ങനെ ഗൈസ് നമ്മളിതാ നൗഫലിന്റെ കുട്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ എടുത്തിക്കണില്ലേ കുഞ്ഞോളെ. പൊതുവേ നമ്മള് ന്യൂ ബേബി ആയതുകൊണ്ട് നമുക്ക് കളിപ്പാട്ടോ ടോയ്സ് ഒന്നും വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സാണ്. ഡ്രസ്സ് എങ്ങനെ ഉണ്ടടി? ഇന്റെ സെലക്ഷനാണ്. പൊട്ടിച്ചിക്കണോ? കൊറിയൻ ഔട്ട്ഫിറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ബാബാ സൂട്ടിൽ തന്നെ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ ടീച്ചറിനെ കാണാൻ വന്നതാണ് ഓൻ്റെ കുട്ടിക്ക് ചെറുപ്പത്തിൽ കൊടുത്ത ഡ്രസ്സ് ആ കുട്ടി ഇടുന്നത്. പക്ഷെ ഇതാവുമ്പോ എന്താ പറയുക, ഈ ന്യൂ ബോൺ കുറെ ഡ്രസ്സുകൾ ഉണ്ടാവും, ഈ ചെറിയ ചെറിയ ഡ്രസ്സുകൾ. കുറച്ചുകൂടെ ആയി കഴിഞ്ഞാ ഡ്രസ് വേണ്ടത്, അപ്പൊ ഡ്രസ് ഉണ്ടാവില്ല. ഒക്കെ ന്യൂ ബോൺ ടൈപ്പ് എടുത്തിട്ട് പിന്നെ കൊറേ ആൾക്കാർ അങ്ങനത്തെ ഇതിന് ഒഴിവായിക്കണം. പണ്ടേ അത് അങ്ങനെ ഇതാക്കിനല്ലേ. ആ ജീന്റെ ദീക്ക് കളർ കോംബ് ചെയ്തിട്ട് ഡെനിമിന്റെ തന്നെ ഷൂസ് അനക്കല്ല ഡിഷായി വാങ്ങണണ്ടാണ്ട് ഈ കവറൊക്കെ പൊട്ടിച്ചോളാം. കേടത്തല്ലേ. പോവല്ലേ? ജിബ്രാന് നല്ല ഉറക്കാട്ടെ ഗൈസ്. ജിബ്രാനൊക്കെ പറ്റി കുറെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ പിന്നെ നമുക്ക് മെനക്കെടാന്ന് നിന്നു. അങ്ങനെ അങ്ങനെ ഗൈസ് നമ്മൾ നൗഫലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നൗഫലിൻ്റെയും സിനുവിൻ്റെയും പുതിയ കുട്ടിയെ കാണുന്നത് വേണ്ടി നൗഫലൊക്കെ നോക്കുകയാണ് നിങ്ങൾ. ഫുള്ള് റിസോർട്ടിൽ വന്ന് കാണണ്ട പോസ്റ്റ് നാച്ചുറൽ കെയർ ചെയ്യണമല്ലേ കുഞ്ഞോളെ? റിസോർട്ടിൽ വന്ന് കാണണ്ടേ. പുഴ ഉണ്ടോ കേട്ടോ അടുത്ത് അല്ലേ? മുഗലടി റാഷിദ, മുഗല റാഷിദ. നല്ലൊരു റിസോർട്ടിന് മുന്നിൽ ഇപ്പം ഓൻ്റെ ട്രൗസറാണ് തോരട്ടിക്കണേ. നൗഫൽ എന്താ വർത്താനോ? നല്ല വർത്താനം. സുഖല്ലേ? സുഖം. റാഹത്തല്ലേ? റാഹത്താണ്. ഇതെന്തിനാന്ന് വിളിച്ചണേ? ആരോ പാട്ട് ഇട്ടേക്കണല്ലോ, കോപ്പിറൈറ്റ് എന്ന് കാണിച്ച ചാനൽ കൂട്ടിച്ചോള്. ഓ കുഞ്ഞോളെ കണ്ടപ്പോ വരുന്നല്ലോ ഓള്. മാഷാ അല്ലാ. അല്ലത് എന്തിനാന്ന് വിളിച്ചു നൗഫലെ? ആരത്? സിനു. എന്താണ് സിനു പറഞ്ഞത്? സിനു എന്താ ചുരിദാർ കണ്ടിട്ട് എടുത്താന്ന് പറയരുത്. കണ്ടിട്ട് എടുത്താണെന്നല്ല പറയാ, കണ്ടിട്ട് എടുത്താണെന്നില്ലല്ലോ പറയാ. കുഞ്ഞോള് ഇട്ട് നടക്കുന്നു പറയാ. കൊളാബാണ്, ഞാൻ പൈസ എടുത്ത് വാങ്ങാണ്. അപ്പൊ എനിക്ക് അന്തസ് എന്ത്? അല്ല സിന എന്താ വർത്താനോ? സുഖല്ലേ? ഒക്കെ റാഹത്തല്ലേ? ഇനി ഇതിന്റെ ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്? ഇതിനുണ്ടോ? ആൺകുട്ടിയൊക്കെ ശരിക്കും ഉണ്ടാവില്ലല്ലോ. ലക്ഷറി ലൈഫ് അല്ലേ ഇവിടെ. കായ് കുറച്ച് പോയാലും ഡിപ്രഷൻ പറഞ്ഞാണ്ട് വരും. മന്തിയൊക്കെയാണ്. ഞാൻ 2 ദിവസമായി പോയിട്ട് റിസോർട്ടിന് കായ് കൊടുക്കേണ്ടത് സുഖാണല്ലോ. ഇവിടെ ഫുള്ള് ലക്ഷറി ലൈഫ് അല്ലേ? പുഴ കണ്ടില്ലേ? ചാലിയാറ്
കുട്ടിയതാ ചെക്കൻ ആ. ചെക്കനതാ ചെക്കനെ റിവീൽ ചെയ്തോ ഓ ഫേസ്? ചെക്കനൊക്കെ റിവീൽ ചെയ്തിക്കണേ. ഗായ്സ് നൗഫലിന്റെ പേരിട്ടടാ. ഓ ആ പേര് റിവീൽ ചെയ്തിനല്ലേ? എന്താണ്? അലൻ ഐബക്ക്. അലൻ ഐബക്ക്. മറ്റത് അലേഹ അലേഹ നൗഫൽ. ഉം. ഇനായന്റെ ഇനായ അലേഹ അല്ലേ? ഇതാരാ? ബേബി അപ്പൊ ഗൈസ് നൗഫലിന്റെ കുട്ടിനെ ഓന്റെ ചാനലിൽ പോയാൽ കാണൂല, കാരണം ഓൻ കാണിച്ചു തരൂല. കഴിഞ്ഞ കുട്ടിനെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്തല്ലേ? ഒരു ദിവസം വൈകി പോയി. ഒരു ദിവസം ആ പ്രസവിച്ച അന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ. ഇതിപ്പോ എത്ര ദിവസമായി? ഇതെന്താണ് ഈ കുട്ടി ഇങ്ങനെയാടാ അപ്പൊ? ഇപ്പൊ ഇങ്ങനെ സങ്കടാണോ? സങ്കടമാണോ എന്താ അറിയില്ല. ഇങ്ങനെ ഭയങ്കര എന്റെ കുട്ടികൾക്ക് ഉണ്ടാ നീ പ്രശ്നം? എടി ആ കവറോടെ അതിങ്ങനെ ഓളടുത്തൊക്കെ കൊടുത്താണ്ട് ഓളൊന്ന് പരിഗണിച്ചാൽ ആര് ജ്യൂസ് ജ്യൂസ് എത്ര ഷൂവാണ് ഇരിക്കടാ. എന്ത് ജ്യൂനുള്ള ജ്യൂസാണ് 5 ഗൈസ് നോക്കാണ് വന്ന അതിഥികൾക്ക് വരുന്ന മൈക്കടിക്ക സിനുവിനെ ഒന്ന് ഇതാക്കട്ടെ. എന്താ സിനുവിന്റെ കഥ? നല്ല കഥ. ഇവിടെ വന്ന അതിഥികള് ഇവിടെ നിന്നാ നൗഫലിന്റെ ഒക്കെ അവസ്ഥ തന്നെ കാരല്ലേ? ഇപ്പൊക്കെ ഇങ്ങനെ ആടും മീനും. നൗഫലിന് എന്താ കഞ്ഞി ഞാൻ മതിയോ? എന്താണ് പാലിക്കേണ്ട നിർദ്ദേശങ്ങളില്ലേ? റൂമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നോക്കാം അതിമ ഫസ്റ്റത്തെ എന്താ പറയുക, റൂമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഫസ്റ്റ് അവന്റെ കാണുന്നവന്റെ ട്രൗസറാ ഇതുമ്പോ തന്നെ മുന്നിൽ തന്നെ. ആ ഇത് ഇവിടെ ഉള്ള തന്നെക്കാരല്ലേ? ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെ വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഉണ്ടോ? പരിചയം പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുകാണ്ടില്ലേ ആ ഒരു ഇതുള്ളു. അമ്രാസിന്റെ ഒക്കെ ഒപ്പുള്ള അതിൽ പോകുമ്പോ കൂക്കിയാ മതി. അതാ ഷെരീഫെ പറഞ്ഞാ മതി. നമ്മളെവിടെ സഖ്യല്ലേ? നമ്മൾ തന്നെ വീട്ടിക്ക് കൊണ്ടുവന്നിക്കാണ്. പിന്നെ നമ്മളവിടെ ഒരു 4 ദിവസം ജസ്റ്റ് ഷൂട്ടിന് വേണ്ടിട്ട് 4 ദിവസം അവിടെ പോയി നിന്നിട്ടുള്ളൂ. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ കുട്ടിനെ ഓള് എടുക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത് അല്ലേ? അങ്ങനെയൊക്കെയാണ് എന്റെ കുട്ടികളൊക്കെ എന്ത് കരച്ചില് കരയണോ അല്ലേ? ആ ഒന്നാവുമ്പോഴത്തിന് അടുത്തത് പക്ഷെ ഓനക്ക് ഞാനാ ഇന്റെ അടുത്താണ് ഓന് കടന്നീഞ്ഞത്. കുട്ടീനെ തൊട്ടിലിടും ഓനെ. അബ്രു ഇന്റെ അടുത്താണ് കടന്നീഞ്ഞത്. പിന്നെ ഓക്ക് പാലിട്ടണില്ല. പക്ഷെ ഞാൻ ഓനക്ക് പാലെടുത്തില്ല. ഓനക്ക് ഞാൻ 3 മാസാവോളം കൊടുത്തിക്കണേ. അതുകൊണ്ടായിരിക്കാം ഓനക്ക് അത്ര ചിത്താന്തല്ലാത്തത്. ഗൈസ് അപ്പൊ കുഞ്ഞോള് ഇട്ട ചുരിദാർ ഇനിയിപ്പോ നാളെ നെജിലിട്ട് നടക്കണേ കാണാം. ഞാൻ ഇവിടെ ഊരി വെച്ച് പോകാണെന്ന് കരുതണ്ട. വേണ്ട എടാ സിനുവിന് കൊടുക്കേ. അവളെ തടി കേടത്തല്ലോ ഇട്ടച്ച്. ഞാൻ പറഞ്ഞാണ്ടൊക്കെ ഓള് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഡിപ്രഷനാണ്, ആ ഒരു ടെൻഷനായി നടക്കുക. ഓന് പോകുമ്പോ ഞങ്ങള് കുടിച്ചോളൂ, പോകുമ്പോ ഞങ്ങൾ കുടിച്ചോളൂ. ഇത് ലാർജാണ്. ഇത് ഇന്റെ ലൂസാ, പേര് ലൂസാണ്. മീഡിയം എടുത്താ മതി. മീഡിയം എടുത്താ മതി. ഷിപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ മാറ്റിക്കോളാം. എന്താണ് ഊരിട്ട് ഓളനെ ഊരിട്ട് ഓളെ കയ്യിൽ കിട്ടായിട്ടാണ്. ടീറ്റൊക്കെ വന്നില്ലേ? ടീറ്റ് എന്താ കുറച്ചൊന്നല്ല, കാണു ഞങ്ങൾക്ക് തന്നെ ഉണ്ട് 40 മിനിറ്റ്. പിന്നെ അതിന് ഓൽക്ക് 3 മണിക്കൂറാണ്. അത്രയൊക്കെ തന്നെ ഉള്ളു. പക്ഷെ 40 മിനിറ്റ് യാത്ര ടൈം ഉണ്ട്.
പയത്തിലാക്കല്ലോ. നമുക്ക് ഇവിടെ ഇടവണ്ണക്കളി ആടിയാ ഇടവണ്ണല്ല. ഇന്നലെ ഷാദ് വന്നിരുന്നു. ആ ഷാദ് മഞ്ഞോട് പറഞ്ഞില്ലേ ഞങ്ങൾ മാറ്റി മാറ്റി ഞാനൊക്കെ വിളിച്ചില്ലേ. ഞാൻ ഈ മാറ്റില്ല. ഇന്നലെ ഷോർട്സ് ഇട്ടിട്ടില്ലേ? ഇവിടെ എത്തിയിട്ടില്ല. ഷോർട്സ് ഒന്നും ചെയ്തിക്കണില്ലേ? നോപ്പലിന്റെ കുട്ടിനെ കാണാൻ പോവാണ് അറിയാണ്ട്. അത് മനസ്സിലായി, അത് കണ്ടിട്ടില്ലേ? രാത്രി അപ്പൊ ഇവലൊക്കെ നമ്മളെ ഷോർട്സ് ഒക്കെ കാണുന്നുണ്ടോ? അല്ല കുട്ടീനെ ആണോ നീച്ചൂലേ പാലിന്? ആ ബോഡി ഷെയ്മിങ്, ബോഡി ഷെയ്മിങ്ങിനെതിരെ നിൽക്കണോ? ബോഡി ഷെയ്മിങ്ങിനെതിരെ ജിഞ്ചു നല്ല ഡയലോഗ് അടിച്ചു. അല്ലേ അത് വെറുതെ പോലെ അങ്ങനെ അതിനെ ചിഞ്ചന തടിച്ചാലും കുറ്റാണ്, തടിച്ചില്ലേലും കുറ്റാണ്. ഓൾക്ക് എന്തേലും പറയണ്ടേ? ആൾക്കാർക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാ മതി. 30 മിനിറ്റ് ആയിട്ടുള്ളൂ ടോപ്പാക്കാൻ നജില. 30 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു മണിക്കൂർ 3 മണിക്കൂർ ഒരു മണിക്കൂറൊന്നല്ല 3 മണിക്കൂറൊക്കെ ലൈവില്. ലൈവ് പറഞ്ഞാൽ 24 hour ഇടണം എന്റെ അഭിപ്രായം. ബിഗ് ബോസ് മാതിരിയാക്കണേ ഞങ്ങളെ വീട് മൊത്തം ബിഗ് ബോസിലെ ഞങ്ങളെ ആണല്ലോ. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാ. കുഞ്ഞോള് ജാസ്മിൻ ജാഫറ, നിങ്ങള് ജിൻഡോയാ നൊഞ്ചി ജിൻഡോ കേക്കണ്ട. ജ്യൂസ് ഉമ്മ ഉണ്ടായാലുണ്ടോ? ഓളവിടെ ഒറ്റക്ക് നിക്കുവോ? പക്ഷെ അവിടെ പോയി കഴിഞ്ഞ ഇവിടെ കാണാതെ ആകുമ്പോ ഇടങ്ങേറില്ലല്ലോ ഓക്കും. അല്ലാതെ ഇങ്ങനല്ല നൊലോളില്ലല്ലോ. അടച്ചിടുമ്പോ അങ്ങനെ തന്നെ പുറത്തേക്ക് വിട്ടാൽ കുഴപ്പമില്ല. ആ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലേ അവിടെ. ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഇവിടെ രാവിലെ? കോടൊന്നുമില്ലല്ലേ? ആ പക്ഷെ രാവിലെ ചെറിയ കോടയൊക്കെ ഉണ്ട്. മഴ പെയ്താൽ പിന്നെ ശല്യൊന്നുമില്ല, തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നല്ല സുഖമാണ്. പിന്നെ റസീനൂനൊക്കെ ആംബിയൻസ് വേണേ. ആ അല്ലെങ്കിൽ ഇളകൊക്കെ നോപ്പിലെന്താ പറയാറ്? കായന് കുറച്ച് പോയാലും വേണ്ടില്ല, സമാധാനാണ് വലുതെന്ന് പറഞ്ഞ് ചീച്ചിൽ സ്വഭാവമാണ് മാറിയാ മതി പറഞ്ഞ്. ഒന്നുമില്ല ഇനി. ആ ഞാൻ പോയപ്പോ പെരന്നല്ലേ ഇനി. ഞങ്ങളെ ഇഞ്ഞൊക്കെ പ്രസവിച്ചപ്പോ നമുക്ക് പെരന്നല്ലേ ഇനി. ഇഞ്ഞൊക്കെ അരിച്ചല്ല പ്രസവിച്ചിട്ട്. അതാ ഓ ഞാൻ ഞക്കപ്പാടെ ടിഷ ബേബിയെ അലമോളെ കണ്ടച്ചി അന്നെ പ്രസവിച്ചപ്പോ ആദ്യം കാണാൻ വന്നാണ് അലമോള്. ഇപ്പൊ എനക്ക് എവിടെ ഒരു പുർസത്തില്ലല്ലേ അവരൊന്നും. ടിഷ ബേബി ഒരു മൈക്കാൻ്റെ അടുത്തല്ലേ? അവിടെ മീറ്റിംഗ് ഉണ്ട്. ചേട്ടാ എന്റെ ഷൂ കിട്ടോ നമ്മള് ഗൈസ് ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാട്ടത്. ഇത് കണ്ട പുഴയൊക്കെ ഉണ്ട്. പുഴ സോക്സ് ഇടുന്നല്ലേ? പുഴയോരത്തൊരു പ്രസവം, പുഴയോരത്തൊരു പ്രസവം. നോക്കിപ്പോളെ പൊടി ഞാൻ ആ ഷൂ ഒന്ന് ഇട്ടെടുക്കട്ടെ കുട്ടി. ആർക്ക് ഷൂ ഇട്ടിക്കണല്ലോ? ഇബക്കല്ല ജിബ്രാൻ. അവന് പോകുമ്പോടാ അവിടെ നോട്ടെ. ആ ബാഗ് ഗൈസ് ഇതാ നെജിലെ മീറ്റിങ്ങിന് പോട്ടോ. പ്രസവ മീറ്റിംഗ് ഉണ്ടാവേ. ഗസ്റ്റ് നേരം വൈകിയാണ് പോണെന്ന് പറഞ്ഞു. ഒരു മൈക്കാൻ്റെ അടുത്തല്ലേ? എടുക്കണോ?
നൗഫൽ ഇവിടുന്ന് ആരെങ്കിലും ചൂടാ? ഞങ്ങൾ നൗഫലിൻ്റെ ആൾക്കാരാണ് അറിയട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ഒന്നുമില്ല, കാരണം അവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഒച്ചട്ടാണ് കേൾക്കും. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഏതാണാവോ വീഡിയോ എടുത്തത്? അത് എവിടെ നിന്ന് എടുത്തേ? നല്ല രസമുള്ളൊരു സ്ഥലം. എനിക്കൊരു ഫോട്ടോ എടുക്കണം. എന്ത് ഇവിടെ എത്തിയ പിന്നെ ഓളെ ഏരിയയാണോന്നില്ല. സ്വിമ്മിംഗ് പൂൾ ഗൈസ്, അവിടെ പുഴ, അവിടെ സ്വിമ്മിംഗ് പൂൾ അല്ലേ? അത് നാച്ചുറൽ പൂൾ, ഇത് കൃത്രിമ പൂൾ. 2 feet കുട്ടികൾക്കുള്ളതല്ലേ? അബ്രൂനെ കൊണ്ടുവന്നാ ചാടിയാ മതി അല്ലേ? പക്ഷെ ഇവിടെ സമയപരിമിതി ആയതുകൊണ്ടാണ്. ഇവിടെ വേറൊരു ഇതാ അല്ലേ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേടി കുഞ്ഞോളെ? അടുത്ത പ്രസവം നമ്മൾ ഇവിടെ നിന്നാക്കാം. കാര്യങ്ങളോ നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്? ഇനി പെൺകുട്ടി ഇവിടെ ഒന്ന് പ്രസവിച്ചടക്കണം എന്നുള്ള ആഗ്രഹം. പെൺകുട്ടിന്റെ പൂതി മാറി. ഇതൊരു പെൺകുട്ടിക്കുള്ള അങ്ങനെ പൊട്ടിക്കൊഴിഞ്ഞാടാണ്. കൊഴിഞ്ഞാടട്ടെ കരുതണോ? ഞാൻ നീച്ച ഞാനൊന്ന് അടിയോക്കട്ടെ. ഞാനുണ്ട് ഫോട്ടോസിനൊക്കെ. റീൽസിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് അല്ലേ? ഞാനിരിക്കുക കുഞ്ഞോളെ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെ പൊളിഞ്ഞാണ്. അയ്യ പാന്റ് ഇത് തുരുമ്പിച്ചിക്കണ അപ്പ ശരിക്ക്. അവളെയും പിടിച്ചു. ഞാൻ ഇരുന്നിട്ട് എനിക്ക് തരാം. ഞാൻ ഷോർട്സ് എടുക്കാനേ അതിനെ ഇരുന്നിട്ട് മറ്റേ ഓളം കൊണ്ടിരിക്കാച്ച കജൂല. അതാ വെറുതെ ആർക്കൂല്ലേ? നോഫലിന്റെ അതേ സ്വഭാവം. അതൊന്നും ഇറങ്ങി കഴിയുമ്പോ ഇവിടെ തുടങ്ങും നലോളി. എനിക്ക് ഇപ്പോഴല്ലേ അനുഭവിച്ചു തുടങ്ങി. ഞാനിതൊക്കെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അനുഭവിച്ചു തുടങ്ങിയ. ഒന്ന് നലോളി കഴിഞ്ഞ അടുത്ത നലോളി, പിന്നത്തെ നലോളി കഴിഞ്ഞ അടുത്ത നലോളി. അത് തന്നെടാ. ഒക്കെ ഇപ്പൊ ഒരു കോംപ്ലക്സ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓളെ കെയർ ചെയ്യണില്ലാന്ന് തോന്നുന്നു ചില കുട്ടികൾക്ക്. പിന്നെ നോഫിലൊക്കെ അങ്ങനെ ചെയ്യും ചെയ്യേ, അവോയ്ഡ് ചെയ്യുവാനൊക്കെ. പിന്നെന്താ പറയാ ഫീൽ ഇല്ലാത്തത് തന്നെ കിട്ടിയിട്ടില്ല. തറവാട്ടിലല്ലേ ഇനിയോ? അപ്പൊ എല്ലാരും പാടെ ഉണ്ടാവുമ്പോ താത്ത കുഞ്ഞുണ്ണി ആ അടി കൂടെ ആവുമ്പോ പിന്നെ ചിഞ്ചു വന്നോ എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ചിഞ്ചു അവനെ നല്ലോണം കെയർ ചെയ്തിരുന്നത്. അതുകൊണ്ട് അന്ന് ഇനായല്ലോ, അതുകൊണ്ടാണ് ആ ഒരു അങ്ങനെ. നൗഫിലേ ഞങ്ങളിന്നാ പോയി വരട്ടെ കേട്ടോ. ഇൻഷാല്ലാ കാണാം. കാരണം മറ്റേ 2 കുട്ടികളെ ഞങ്ങൾ പോയിക്കണെന്നില്ല പോലെ അറിഞ്ഞാൽ തന്നെ ആകെ കച്ചറിയില്ലാരെ. പോലടിന്നാ കുട്ടീനെ എടുത്താ ഇനായാ ചായ. ഞങ്ങൾ പോകുമ്പോ കുട്ടിയുണ്ട് ചായ. എനക്കും അല്ല കഞ്ഞിൻ്റെ വെള്ളം കിട്ടുമോ നോക്ക്. അപ്പോളേ ഇൻഷാല്ലാ ഞാൻ അടുത്ത പ്രസവത്തിന് കാണാൻ നോക്കെ. 5 year ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊക്കെ 5 വർഷം ഗ്യാപ്പ്. ഞങ്ങളൊക്കെ 5 വർഷം ഗ്യാപ്പ് തന്നെയാണ്. മത്സരിച്ചാൻ ഇറങ്ങിയല്ലേ ഇനി മൂന്തി കുത്തി പോണില്ല. അപ്പൊ കുട്ടികളെ കാര്യത്തിലൊന്നേ അൻഷിബിനെ തോൽപ്പിക്കാനായിട്ടില്ല. കുട്ടികളെ ഉണ്ടാക്കുള്ളൂ, നോക്കൂല. അത് കണ്ടു പഠിച്ചത്. അതിനൊരു പ്രത്യേക എക്സ്പീരിയൻസ് സ്കില്ല് വേണം. ഇങ്ങനെ ബാക്കിട്ട് ഇങ്ങനെ പോയാൽ മതി അല്ലേ? ഓക്കെ. ഞങ്ങള് 2 ആളെ ഞങ്ങള് പോയിട്ടാ.
കേറ് ജുബ്രു. ടിഷ്ബാ ഓ അലേഹ ടാറ്റാ ടാറ്റാ അലേഹ ടാറ്റാ മറിക്ക്. കയറുക ടാറ്റാ. പോലെന്നാ ഡോർ അടക്കട്ടെ കുട്ടിയെ. റാഷിദ കാക്കുവാ. ഇല്ല വേണ്ട വേറെ ആരോടല്ലോ ഒരു വണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ പോയിട്ടോ. ഓക്കെ എന്നാ ഓക്കെ ടാറ്റാ. എന്തായാലും ഇത് ഈ കെട്ടുന്നൊന്ന് കഴിച്ചില്ലായിട്ട് നമുക്കൊന്ന് കൂടാ. ഇനിയിപ്പോ ഓള് കിടപ്പിലാണെങ്കിൽ നമുക്ക് ആണെങ്കിൽ കൂടാ കേട്ടോ. ഇവരൊക്കെ അങ്ങനെയല്ലേ ഇനിയിപ്പോ ഓളോളെ വീട്ടിൽ പോകുമ്പോ ഇതായിട്ട് കേട്ടോ. ഓക്കെ എന്നാ ശരി കേട്ടോ. പോയി അസ്സലാമലൈക്കും. ഇനിയിപ്പോ എന്താ എന്റെ പ്രശ്നം? ചായ കുടിച്ച ജിബ്രാന്റെ തള്ളക്ക് പിരാന്ത അല്ല അറിയാത്തോണ്ട് ചോദിക്ക. എന്ത് ബർഗറോ? കൊലക്കാണ ഇറങ്ങിക്കാണി. ചായ വേണേ ഇറങ്ങിക്കോളി. അവിടെ ഉള്ള എന്തെങ്കിലും നല്ല കടിയും തരും. ഓക്കെ അവിടെ ഉള്ളതന്നെ പറഞ്ഞ ബർഗർ ആണ്. ഇറങ്ങടി വേഗം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ചൂടില്ലേ? എന്ത് ഓനെടുത്ത് വായിലിട്ടിക്കണേ. നല്ല ചൂടുണ്ടാവും പറയാ. മോമോസ് ആണത്. മോമോസ് അണ്ണാക്കിൽ നോക്കോ. കോഫി പൗഡറിന്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് എനിക്ക്. നല്ല ചൂട് കോഫിയിൽ ഇങ്ങനെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് കോഫിയായി ഇങ്ങനെ മാറും. എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒരു റൗണ്ട് കറക്കുക. എന്നിട്ട് ഒറ്റ നിർത്തൽ വിലങ്ങാക്കിയാണ്ട് സ്പൂണ്. എനിക്ക് കഴിയൂ എന്റെ ദഹിക്കുന്നത് കലങ്ങായിട്ടല്ലേ. അത്യാവശ്യത്തിന് നല്ലോണം ദഹിക്കണം. ഇബ്രാനെ വേഗം തിന്നോ കുടിച്ചോ. ആ ജ്യൂസ് തട്ടണ്ട. കുട്ടികൾക്ക് പഴംപൊരി എന്തെങ്കിലും വാങ്ങടി. അതിന് നേരല്ല. അടങ്ങാറാക്കാരോ അത് കാണണ്ടേ. ഇജ്ജ് പറയണ്ട പോയിട്ടേ. ഞാൻ പറയല്ല. ഓല വീഡിയോ കണ്ടാലോ. അത് ഇട്ട് കൊടുക്കണ്ട. ഓല ബ്ലോക്ക് ചെയ്യാ. ബ്ലോക്ക് ചെയ്യണ്ടേ? പോവല്ലേ? എന്തേ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഞാൻ എന്നാ റോട്ടിൽ കൂടെ ഒറ്റക്കട കൂടാതെ മാത്രം ഒന്നും ആയിട്ടില്ല ചേച്ചി. ഇന്നലെ രാത്രിയാണ് ഒന്ന് കുട്ടീനെ പിടിച്ച. അങ്ങനെ കഴിച്ച് നമ്മൾ തറവാട്ടിലെത്തി. അപ്പൊ ഇബ്രും തറവാട്ടിലാണ് ഇറങ്ങിയത് അല്ലേ. ഇമ്മമാന്റെ അടുത്താണ് ഇറങ്ങിയത്. ഇനായ പോരുന്നില്ലേ? എടാ എന്നാ അതിൽ ആ പെപ്സ് ഒരു പെപ്സ് എടുത്ത് കണ്ട് ഇനായ കൊണ്ടേ കൊടുത്ത ആ കവറിലില്ലേ പെപ്സ് ഞാൻ കൊടുക്ക. ഇറങ്ങണ്ട കൊണ്ട. ഇനായ ഇവിടെ വാ. കെട്ടിയേക്ക്. ആ തയ്യോ വാങ്ങി നിങ്ങള്? ആ വാങ്ങിക്കോളി. കൊടുത്തോ? 30 ശേഷമാണ് ഞാൻ കൊടുക്ക. 30 ശേഷാണെങ്കിൽ എന്നാ ശരി. അസ്സലാമലൈക്കും. എന്നാ ആയിക്കോട്ടെ. അസ്സലാമലൈക്കും. ഓട്ടെ. അസ്സലാമലൈക്കും. ഓക്കെ ബൈ. സ്കൂള് വിട്ട് വന്നു അപ്പോഴത്തിന് ഇതാക്കണേ. കയറിയോ സൈക്കിൾമേ. യൂണിഫോമും കൂടി അയച്ചിടാതെ.
ഇരുന്നീനിയതോ ആ എന്നോട് പറയാല്ല എന്താ വെച്ചാലേ ഓവർ പുളിച്ച് കഴിഞ്ഞാണ്ടേ ഓലതിനൊക്കെ എക്സ്ട്രാ വീൽ ഉണ്ട് എൻ്റെ എക്സ്ട്രാ വീൽ ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ അതെന്തിനാണ് അതെന്തിനാ ഊര ഹെൽമെറ്റ് ഇട്ടളാ തല കുത്തി ബുഗോ ഇബ്രാഹിമേ ബൂണ അപ്പൊ വാങ്ങിക്കൂട്ടോ സൈക്കിള് കാർമക്ക് വരുത്തിട്ടാ ആ ഡോറ് ഞാൻ അടക്കട ഞാൻ കണ്ടിക്കണപ്പോ ഗൈസ് അങ്ങനെ ഇന്നലെ തന്നെ സൈക്കിൾ പഠിച്ചിരിക്കണം കേട്ടോ ആ അവള് വന്നോട്ടെ അങ്ങട്ടല്ലടാ ഓപ്പോസിറ്റ് കുറച്ച് മുന്നിക്ക് തള്ളി വെച്ചാലല്ലേ എനിക്ക് ബാക്കിക്ക് പോകാതെക്കുള്ളൂ ഇതിപ്പോ ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇവിടെ നിന്ന് ബാക്കിക്ക് ചവിട്ടിയാൽ മതി ഇനി ഇത് അപ്പുറത്ത് ചവിട്ട് ഇപ്പം അപ്പുറത്ത് മുന്നിക്കല്ലേ നിൽക്കണത് ഏതാ ഓളച്ചവിട്ടല് അവനാണ് പോലെ പഠിച്ചിങ്ങനെ പഠിച്ചിങ്ങനെ അല്ല അതിൻ്റെ ഇടയിൽ അവിടെ ഒരുത്തം മൂത്രയിച്ചോ ചുമരമ്പക്ക് ഇതല്ലേ ജയിച്ചല്ലത് ജയിച്ചല്ലേ മൂത്രം ഇവിടെ വാ ഇവിടെ ബക്കറ്റിൽ വെള്ളം എന്നിട്ടേ അവിടെ കൊണ്ട് വയ്ക്കണം കേട്ടോ ആ ചൂലുമ്പ് കൂടിയൊക്കെ എനിക്ക് മൂത്രം എന്താ അവിടെ റിങ് ഉണ്ട് അവിടെ പോയി വെച്ചൂടെ കൊട്ടിയൊക്കെ കേൾക്കണേനെ എല്ലാം വേണം ഒരു മൂത്രയ്ക്കൽ വരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ഗൈസ് വരൂല